പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം വളരെ അത്ഭുതകരമായിട്ട് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാരണം ദൈവമാണ് നമ്മെ നയിക്കുന്നത്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 26-ാം തീയതി നാം പഠിച്ചത് സഖറിയ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 5-ാം വചനമായിരുന്നു. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. വളരെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവേ എന്നെ ഒന്ന് സഹായിക്കാവോ, എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ടേ. ചിലപ്പം ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഇല്ലേ? അവിടെയൊക്കെ കർത്താവ് നമ്മോട് പറയുന്നൊരു വചനമാണ്, മോനെ മോളെ, നിനക്ക് എൻ്റെ കൃപ മതി. നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ചില ബലഹീനതകൾ, തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, അവിടെയൊക്കെ കർത്താവിൻ്റെ ശക്തി പ്രകടമാകും. കർത്താവാണ് നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടത്, വേറെ ആരുമല്ല, വേറൊരു ബാഹ്യശക്തികളുമല്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായാൽ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല. ദൈവശക്തി നമ്മുടെ മേൽ പ്രകടമാകട്ടെ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അതാണ് ആ വചനത്തിൽ പറയുന്നത്. മൈ ഗ്രേസ്, ഹി സെഡ് ടു മീ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, ഫോർ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. ഫോർ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. കർത്താവ് നമ്മുടെ മേൽ ഓരോ നിമിഷവും കൃപ ചൊരിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.